ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് ചെടികളെ പറ്റിയിട്ട് പറയാനാണ്. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് മൺചട്ടികൾ, വളരെ മനോഹരമായിട്ടുള്ള മൺചട്ടികൾ. ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ മേടിച്ചിട്ട് കുറച്ച് വീക്സ് ആയിട്ടോ. അപ്പം ധൈര്യമായിട്ട് നമുക്ക് വെക്കാം. എന്താ വെച്ചാൽ കുറച്ച് ഈ ബിഗോണിയ കളക്ഷൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ ചട്ടികളിലായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇപ്പം ഇതിൻ്റെ ഒരു ക്രേസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ എവിടെയൊക്കെ ചട്ടികൾ കാണുന്നോ അതൊക്കെ ഞാനിങ്ങനെ മേടിച്ചു കൊടുക്കും. നമുക്ക് ഓർക്കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള സാധാരണ ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് സാധാരണ നമുക്ക് എളുപ്പത്തിൽ വേഗം ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് ചട്ടികൾ. പിന്നെ ഇതാ ഇങ്ങനത്തെ ബോൺസായി പോലത്തെ ചട്ടിയില്ലേ, നല്ല നല്ല ക്വാളിറ്റി ചട്ടിയാണ് കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങനത്തെ മണ്ണിൻ്റെ സംഭവങ്ങളോട് കുറച്ച് ഇഷ്ടം തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ തൂക്കിയിടാൻ പറ്റുന്ന ഇങ്ങനത്തെ മൺചട്ടികളുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹുക്സ് നല്ല കരുത്തായിട്ടുള്ള ഹുക്സ് ഇല്ല. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ്. ഇതിനൊക്കെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 150, 200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഓരോന്നും വരുന്നത്. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള കുറച്ച് ചട്ടികൾ. ബോൺസായിക്ക് പറ്റിയ 6 എണ്ണമാണ് മേടിച്ചത്. പക്ഷേ ഈ ഒരു ടൈപ്പ് ആയിരുന്നില്ല എനിക്ക് വേണ്ടത്. എനിക്ക് സ്ക്വയർ ടൈപ്പ് ആയിരുന്നു വരുന്നത്. പക്ഷേ ഞാൻ തൽക്കാലം 6 എണ്ണം മേടിച്ചു. അതൊരു 180 റുപ്പീസാണ് ആ സ്മോൾ സൈസിന് വരുന്നത്. പിന്നെ ഇത് 12 ഇഞ്ചിൻ്റെ വലിയ ചട്ടിയാണ് കേട്ടോ. ഇത് 2 എണ്ണേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു റേറ്റ് പറയുന്നത് 150 റുപ്പീസാണ്. പിന്നെ നോർമൽ സൈസ് ചട്ടി മേടിച്ചിട്ടുണ്ട്. അതിന് 100 റുപ്പീസാണ് വരുന്നത്. അത് നല്ല ചട്ടിയാണ് കേട്ടോ. ഇത് കുറച്ച് വലുപ്പമുണ്ട്, അത്യാവശ്യം വലുപ്പം കൂടുതലാണ്. പിന്നെ ഒരു ഹാങ്ങിങ് ചട്ടി കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല അത്ര വെയിറ്റ് ഇല്ല കേട്ടോ. കാണുമ്പം ഭയങ്കര വെയിറ്റ് ഉണ്ട് വിചാരിക്കും. ഇത് അത്ര വെയിറ്റ് ഇല്ല, പക്ഷെ നല്ല ഭംഗിയാണ്. നമ്മളെ നാടൻ പെറ്റൂണിയാസൊക്കെ ഇതിൽ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. 200 റുപ്പീസാണ് ഇതിൻ്റെ ഒരു റേറ്റ്. മെയിനായിട്ട് നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിൻ്റെ അകത്ത് ഒരുപാട് തൈകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു 250 റേഞ്ചാണ് ഈ ഒരു ചെടീൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളും പല റേറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചിലപ്പം ഈ ഒരു ചെടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് തൈകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. അതിനനുസരിച്ചിട്ടൊക്കെയായിരിക്കും അവർ റേറ്റ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ചെടികൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളെ കൂട്ടത്തിൽ നമ്മളത് വെക്കാതിരിക്കുക. ഒന്ന് ക്വാറന്റൈൻ ചെയ്യുക ഈ ചെടികളെ അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് എങ്കിലും. എന്നിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെയുള്ള ചട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അത്യാവശ്യം വലിയ ചട്ടിയാണല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കവറുകളിലാണ് ചെടികൾ വാങ്ങുന്നത് വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും മാറ്റേണ്ടിയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി കേടായി പോകും. എന്നുവെച്ചാൽ നഴ്സറി മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഗുണമുള്ള മണ്ണൊന്നുമില്ല. ആ ഒരു കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് അവർ ഇതാക്കുന്നതാണ്. ഒരു കളിമണ്ണ് പോലത്തെ ഒരു പശർമ കൂടിയ മണ്ണാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെടി കുറേ കാലം അതിൽ തന്നെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചട്ടിയിലൊക്കെ ആകുമ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. മാറ്റേണ്ടതാണെങ്കിൽ ഏകദേശം നമുക്ക് തോന്നും മാറ്റുന്നതാണെങ്കിൽ നമ്മൾ മാറ്റി തന്നെ വേണം. മേലെ മുതൽ താഴെ വരെ നോക്കുക. വല്ല ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചെടികളൊന്ന് ക്വാറന്റൈൻ ചെയ്ത് കുറച്ചൊന്ന് മാറ്റി വെക്കുക. അതെപ്പോഴും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളൊരു 2 വീക്സ് അതിൽ ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ നീം ഓയിൽ സ്പ്രേ ഇല്ലേ, ബോട്ടിലിൽ ഒരു 1 സ്പൂണ് ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടീൻ്റെ ഇലയ്ക്കും ഒക്കെ. അപ്പോൾ 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് തന്നെ ശരിയാക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചെടീന് പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു സെക്യുലന്റ് ചെടി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിലൊരു തുള്ളി വെള്ളമില്ല. പക്ഷെ ഈ ചെടിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പം കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ താഴെയുള്ള ഈ ഇലകളൊക്കെ അങ്ങോട്ട് കേടായിപ്പോയി, ചീച്ചിൽ കുടുങ്ങി. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് ചെയ്ത കത്രി എടുത്തിട്ട് ജസ്റ്റ് ആ കേടായതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഞാനൊരു 2 വീക്സ് എങ്കിലും പറയാം വെള്ളം ഒഴിച്ചതേ ഇല്ല. അപ്പം ഇതിന് ഇപ്പോഴും വലിയ കുഴപ്പം പറ്റിയില്ല. പക്ഷെ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ സമയം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുക. അതാണ് ഈ സെക്യുലൻസിൻ്റെ ഒരു പ്രത്യേകത. ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ കുറേ ദിവസത്തേക്ക് തീരെ വെള്ളം ഒഴിക്കാതിരിക്കുക. ഏകദേശം നമുക്ക് മനസ്സിലാവും അതിന് വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത്.
അപ്പോൾ ഇത് ഫുള്ളും മൊത്തമായിട്ട് ഇത് ഫുള്ളും കൊക്കോ പീറ്റിലാണ് കേട്ടോ. അപ്പം തീരെ മണ്ണ് അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് കാരണമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് കുറച്ച് മണ്ണ് മണലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇപ്പം ഒരു വീക്ക്ലി വൺസ് കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിൽ തീരെ ഒരു എന്താ പറയുക, തീരെ മണ്ണ് ഇല്ല, വെറും ഈ ഒരു കൊക്കോ പിറ്റിലാണ് ഇപ്പോൾ ഇതുവരെ പ്ലേസ് വെച്ചത്. അപ്പോൾ ഈ ഒരു ചെടി അങ്ങനെയായിരിക്കും. എനിക്കിത് ആദ്യത്തെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേച്ചറൊക്കെ ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കണ്ടോ, അതിൻ്റെ ടിപ്സിലൊക്കെ നമുക്ക് വെള്ളം കൂടി കഴിഞ്ഞാൽ ബ്രൗണിങ് ഒക്കെ സംഭവിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെടി. അത് അവർക്ക് തന്നെ ആ ഒരു നഴ്സറിക്കാർക്ക് തന്നെ അതൊരു ന്യൂ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. വെള്ളം കൂടുതൽ ഒഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് മേടിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്. ഞാൻ സിങ്കോണിയം വെറൈറ്റീസ് ഒരുപാട് എണ്ണം ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പുറമെ ഇല്ലാത്തൊരു ടൈപ്പാണ് ഞാൻ നോക്കി മേടിച്ചത്. ഇതിൻ്റെ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ 80 to 90 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലഷായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് മേടിച്ചു. പിന്നെ നമ്മുടെ എപ്പീഷ്യ ഈ ഒരു ടൈപ്പ് എൻ്റെ കയ്യിലില്ല കേട്ടോ. അത് കോമൺ ആയിട്ട് കാണുന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഏകദേശം 2 തൈയൊക്കെ അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു 2 ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് 80 to 100 അങ്ങനെ എന്തോ ആണ് ഞാൻ കൊടുത്തത്. നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ എപ്പീഷ്യ. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ചെടിയാണ്. ഇത് അവർ പറഞ്ഞത് ഫിലോഡെൻഡ്രോൺ ബർക്കിൻ എന്നാണ് ഇതിൻ്റെ ഒരു പേര് പറഞ്ഞത്. ഇതിൻ്റെ വലിയ ചെടി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ചെറിയ തൈ ഞാൻ മേടിച്ചു. ഇതിൻ്റെ ലൈൻസൊക്കെ ഇങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു പെന്നി വേർട്ടാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടി. നമുക്ക് അത്യാവശ്യം ചട്ടിയിലും വെക്കാം, അതുപോലെ തന്നെ വെള്ളത്തിലും എക്വാട്ടിക് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലോട്ടസ് വെച്ച ആ ഒരു ഇതിൽ വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. 30 to 40 റുപ്പീസ് സെറ്റാണെന്ന് തോന്നുന്നു ഞാനിതിന് കൊടുത്തത്. നെക്സ്റ്റ് നമ്മുടെ കോളീസ് ആണ്. ഇതും എനിക്ക് വളരെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു ഭംഗി ഭയങ്കര ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇത് ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചട്ടിയിലാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇല്ലാത്തൊരു വെറൈറ്റി നോക്കി വാങ്ങി. ഇതിന് 30 റുപ്പീസാണ് അവർ മേടിച്ചിട്ടുള്ളത്. അടുത്തതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അത് ഒരു ഡാലിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കളർ കണ്ടപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇതിന് ഞാനൊരു 120 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പ്ലാന്റ്സിനെക്കാട്ടും കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വേരോട്ടം കിട്ടുന്ന മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെടി മാറ്റുക കേട്ടോ. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സെക്യുലൻ്റ് ആണ്. ഒരു സീഡം പ്ലാന്റ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് സാധാരണയായിട്ട് കാണുന്നതാണ്. നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ നല്ല ഭംഗിയാണ്. വേഗം പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ട് ഒരുപാട് എണ്ണ ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇതിന് 80 റുപ്പീസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ വേറൊരു പ്ലാന്റ് അതുപോലെ തന്നെ ഒരു സെക്യുലൻ്റ് കാണിക്കുന്നുണ്ട്. വെറിഗേറ്റഡ് ബേബി സൺറോസ് എന്നാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം നല്ല ലഷായിട്ടുണ്ടായിരുന്നു. 300 റുപ്പീസാണ് അവർ മേടിച്ചിട്ടുള്ളത്. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് നമ്മുടെ ബിഗോണിയ തന്നെ. നല്ല ഭംഗിയുള്ളൊരു കളറും അതുപോലെ തന്നെ ആ ലീവ്സിൻ്റെ ഒരു കട്ടിങ്സൊക്കെ കണ്ടില്ലേ. ഇതിനവർ 80 റുപ്പീസാണ് മേടിച്ചിട്ടുള്ളത്. വേഗം വേഗം നമുക്ക് പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണിത്. അടുത്തതും വീണ്ടും ഒരു ബിഗോണിയ തന്നെ. 50 റുപ്പീസാണ് ഇതിന് മേടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല നിങ്ങൾ, അതിനകത്ത് സ്ട്രിങ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചില വീടുകളിലൊക്കെ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഒന്നായിട്ട് ഇത് ഫുള്ള് ലഷായിട്ടുണ്ടാവണം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എൻ്റെ സാധാരണ ഒരു ബിഗോണിയ പൊട്ടിപ്പോയപ്പോൾ ഞാൻ അതിൽ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു ടൈപ്പ്. അടുത്തതൊരു എഗ്ലോണിമയാണ്. ഇതിനും 150 to 200 ആ ഒരു റേഞ്ച് ആയിരുന്നു റേറ്റ് കൊടുത്തത്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചിലത് കുറച്ച് മുമ്പായിട്ട് ഇങ്ങനെ വാങ്ങിയത് കാരണേ. അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടില്ല. കുറച്ച് നല്ല ചെറിയ ചെടി തന്നെയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തൈകളും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഇതിൻ്റെ ഒരു വലിയ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. മിക്കവാറും ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊരു ഡിഫൻറ്റ് ബാഷിയാണ്, നമ്മളെ ഡംകി എന്ന് പറഞ്ഞിട്ട്. ഇതും നല്ല ചെറിയ ചെടിയായിരുന്നു. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെയായിരുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ മേടിച്ചതാണ്. പ്രത്യേകമായിട്ട് എൻ്റെ ആ ലീവ്സിൻ്റെ ഒരു വലുപ്പം, പിന്നെ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, പിന്നെ ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ തന്നെ ശരിക്കും നമുക്ക് ഫില്ലാക്കി വെക്കാൻ പറ്റുന്നൊരു നല്ലൊരു ചെടി. റേറ്റ് എനിക്ക് തോന്നുന്നു 500 റുപ്പീസ് ഒക്കെയാണ് തോന്നുന്നു ഞാനിതിന് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക തരം നല്ലൊരു ഷെയ്ഡ് അല്ലേ. ഇതിൻ്റെ ഒരു റേറ്റ് 150 എങ്ങാണ്ടാണ് തോന്നുന്നു കൊടുത്തത്. ചെറിയ ചെടിയായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് വലുപ്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെടി. നെക്സ്റ്റും ഒരു എഗ്ലോണിമ തന്നെയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 250 ആ ഒരു റേഞ്ച് തന്നെയാണ് തോന്നുന്നു ഞാൻ കൊടുത്തത്. ഇതിന് ഒരുപാട് മീലി ബഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ രക്ഷപ്പെടുത്തി ഞാൻ വരുന്നേ ഉള്ളൂ. ഈ ഒരു ചെടിയുടെ ഒരു പ്രശ്നവും അതാണ്, നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷേ പെട്ടെന്ന് മീലി ബഗ്സ് എഫക്റ്റഡ് ആകും. നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാ ചെടികളും കൂട്ടത്തിൽ വെക്കാൻ പാടില്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ.
പിന്നെ ഈ ഒരു ചെടിയും അത്യാവശ്യം ഇപ്പം നല്ല വലുപ്പം വെച്ചു. ഇത്രയൊന്നും വലുപ്പം ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ചെറിയ ചെടി തന്നെയായിരുന്നു. 250 to 300 റേഞ്ചിലായിരുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു വലിയ ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇല്ലാത്ത നോക്കി നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോബി. അടുത്തത് ബിഗോണിയ തന്നെയാണ്. ബിഗോണിയയുടെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ. ഒന്നാമത് അത് വേഗം പിടിക്കും എന്നുള്ളതാണ് ആ ഒരു ചെടി. പിന്നെ നല്ല ഭംഗിയുള്ള കുഞ്ഞ് പൂക്കൾ കണ്ടില്ലേ, വെള്ള പൂക്കളും പിങ്ക്, റെഡ്, അങ്ങനെ ഒരുപാട് പൂക്കൾ വരുന്നത്. പിന്നെ ആ ലീവ്സിലും കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതും ഉണ്ട്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. അടുത്തത് സാധാരണയായിട്ട് കാണുന്നൊരു ബിഗോണിയാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 50 റുപ്പീസ് ഒക്കെയാണ് തോന്നുന്നു ഞാനിതിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ചെറിയ ചെടിയായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം കുറച്ച് വലിപ്പം വെച്ച് പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് വേറൊരു ടൈപ്പ് ബിഗോണിയ. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടി വ്യത്യാസമുള്ള പൂക്കളുമാണ്. ആ ഒരു ലൈറ്റ് പിങ്ക് പൂവിൻ്റെ അകത്ത് ഒരു യെല്ലോ സ്പോട്ട് വരുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഇതിനും 100 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അടുത്ത ബിഗോണിയ വളരെ ഫേവറേറ്റ് ആണ്. നല്ലൊരു കളറാണ് ഈ ഒരു റെഡ് പൂക്കൾ വരുന്നത്. ഇതിൻ്റെ ഒരു ആ ലീവ്സ് കണ്ടില്ല, ഒരു പ്രത്യേക ഗ്ലേസിങ്ങും കാര്യങ്ങളും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. എല്ലാം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റും 100 റുപ്പീസാണ് മേടിച്ചിട്ടുള്ളത് അവർ. അടുത്തതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു ചെടിയാണ്. നല്ലൊരു കളറ് ഇല്ലാത്തൊരു ടൈപ്പ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ അകത്ത് കുഞ്ഞു തൈകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അടുത്തത് നല്ലൊരു കളറായിട്ടുള്ളൊരു ബിഗോണിയ. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. തിളർപ്പുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന എല്ലാ ചെടികളുടെയും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സീസൺ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ചിട്ടും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ചട്ടികളെ റേറ്റുകളൊക്കെ പറഞ്ഞല്ലോ, ഓരോരോ സ്ഥലത്ത് ഓരോരോ റേറ്റുകളായിരിക്കും. അതിപ്പോൾ അന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ റേറ്റ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്തൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇത്രയും അധികം പ്ലാന്റ്സ് നമ്മൾ പല ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടി, പിന്നെ നിങ്ങളോടും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സും ഉത്തരവാദിത്തങ്ങളും എനിക്ക് കൂടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.